വണ്ടിയും നാട്ടിൽ പോയി 2 അടിച്ചോണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു ഉന്മാദയാത്ര പോകണം എന്ന് തോന്നി. അപ്പോൾ ഏറ്റവും അടുത്തുള്ള ലൊക്കേഷൻ നമ്മൾ അതിരപ്പള്ളി തന്നെയാണ്. നമുക്ക് വീട്ടിൽ നിന്നൊരു 2-2.5 മണിക്കൂർ പോയി കഴിഞ്ഞാൽ സംഭവം അവിടെ എത്തും റിസോർട്ടിലൊക്കെ. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ ഒരു വില്ലോ ഹൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് റിസോർട്ട്, അവിടെ അവർക്ക് ഹോം സ്റ്റേ ഉണ്ട്. അവിടെ കുറച്ച് ഒരു റൂം ഫ്രീ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളൊരു 5 ആള്, ഞാനും എൻ്റെ ബ്രദർ സനല്, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് കമറുദ്ദീൻ, പിന്നെ എൻ്റെ 2 കസിൻസ് ഉണ്ട്, വർഷനും സുമനും. ഞങ്ങളെല്ലാവരും കൂടി ഒരു ഇന്നോവ പിടിച്ചൊരു ഒറ്റ വിടല വിട്ടു. ഞങ്ങളിപ്പോൾ ഏകദേശം അതിരപ്പള്ളി എത്താറായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ആ കാടിൻ്റെ അതിൽ കൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ട് ആസ്വദിക്കുക. ഇവിടെ അങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റില്ല. കുറച്ച് ഉപ്പ് തറയുമ്പോൾ കാണാൻ പറ്റും. കുറച്ച് ഉപ്പ് മേടിച്ച് വളർത്തിട്ട് അറിയാലോ. ഒരു ചെറിയ ബ്രേക്ക് എടുക്കാൻ ഇവിടെ നിർത്തിയ കേട്ടാ. നമ്മൾ ഇവിടെ അടുത്തൊരു കടയിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചു. പൊറോട്ട, ബീഫ്, ബിരിയാണി, ഊണ്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ഭക്ഷണമായിരുന്നു ഇവിടുത്തെ. ചെറിയ കട. ക്വാളിറ്റിയുള്ള ക്യാമറ ഉണ്ടായിരുന്നില്ല. നീ ആനനെ നോക്കിക്കൊണ്ടിരിക്കുക. ശരി, ആന ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ അവിടെ ഉണ്ടാവും. നമ്മൾ നോക്കാത്ത സമയത്തായിരിക്കും സാധനം വരുന്നത്. ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. നല്ല സാധനം കഴിക്കാൻ പറ്റുന്ന മേടിക്കും. അങ്ങനെ ഞങ്ങളുണ്ടല്ലോ വില്ലോ ഹൈറ്റ്സ് പറഞ്ഞ റിസോർട്ടിൽ എത്തിയിട്ടാണ്. ഇതാണ് റിസോർട്ട്, മെയിൻ റിസോർട്ട് ഇതാണ്. അതിരപ്പള്ളി പുഴയുടെ തൊട്ടരികിൽ തന്നെ നമുക്ക് ഇവിടെ നോക്കിയാൽ പുഴ കാണാം. ഇവിടെ നിന്ന് ജസ്റ്റ് കൊണ്ട് ചാടി കിടന്നു കഴിഞ്ഞാൽ പുഴയായി. അപ്പോൾ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ എന്താ പറയുക ഹോം സ്റ്റേ ഉള്ളത്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് ചെക്ക് ഇൻ ചെയ്യാനുള്ള ഒരു സംവിധാനമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് റൂമില്ല, ഇവിടെ ഫുള്ളാണ്, ഫുള്ളി ബുക്ക്ഡാണ്. കൂടുതലും തമിഴിയൻസാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നൊരു ഹോം സ്റ്റേ ആണ്, അപ്പുറത്തെ സൈഡിലാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ ചെക്ക് ഇൻ ചെയ്തിട്ട് ഞങ്ങൾ പോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മളിവിടെയാണ് താമസിക്കുന്നത്, വില്ലോ ഹൈറ്റ്സ്. വണ്ടി കിടക്കുന്നു, കേൾക്കാനുള്ള സ്ഥലമുണ്ട്. ഈ വഴി വന്ന് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി. ഇതാണ് നമ്മളെ ഹോം സ്റ്റേ. അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ കയറി. ഇത് നമ്മളെ മെയിൻ റിസോർട്ട് വില്ലോ ഹൈറ്റ്സ്. മുകളിലൊക്കെ റൂമുണ്ട്. നമുക്കിപ്പോൾ താഴെ റൂം വന്നിരിക്കുന്നത്. ഇതെന്ത് സംഭവം, നമുക്ക് നേരെ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മളെ അതിരപ്പള്ളി പുഴ. ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലോ, ആകെ ഇടിഞ്ഞ് പൊളിഞ്ഞ് എടുക്കുക കേട്ടോ. ആന കയറി വന്ന സ്ഥലം തോന്നുന്നു ഇവിടെ. സ്റ്റെപ്പൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഭാഗത്താണ് വന്നത്. അവിടെ നിന്ന് വന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങി. ഇതാണ് അതിരപ്പള്ളി പുഴ, അതിമനോഹരം അല്ലേ.
അവിടെയൊക്കെ ആൾക്കാർ വിളിക്കട്ടോ. ഇപ്പം സമയം ഒരു 5:30 ഉണ്ട് കേട്ടോ. ഞങ്ങളിവിടെ ഒന്ന് കുളിക്കാൻ വന്നതാണ് എല്ലാവരായിട്ട്. ഇത്ര നേരം എല്ലാവരും കിടന്ന് റെസ്റ്റ് ചെയ്തു, വന്ന് ഡ്രൈവൊക്കെ ചെയ്ത് വന്നതിൻ്റെ ക്ഷീണമുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് റിലാക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ടിപ്പോൾ കുളിക്കാൻ വന്നാണ് ഇങ്ങോട്ട്. ഒരു 5:30 സമയം നേരെ എട്ടി തുടങ്ങി. പക്ഷേ നല്ല അടിപൊളി വൈബാട്ടോ അവിടെ. അടിപൊളി സീനറി എന്ന് പറഞ്ഞാൽ അടിപൊളി സീനറി, ഒരു രക്ഷയില്ല. ശരിക്കും നിങ്ങൾ അന്നിവിടെ കണ്ടാൽ അതിൻ്റെ ഒരു ശരിക്കുള്ളൊരു നാച്ചുറൽ ബ്യൂട്ടി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഈ വീഡിയോയിലൊന്നും കണ്ടിട്ടൊരു കാര്യമില്ല. ഇപ്പോൾ സൺസെറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റേതായിട്ടുള്ളൊരു വൈബ് ഇപ്പോൾ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ ഇരുന്നിട്ട് രണ്ടെണ്ണം വിടാൻ പറ്റിയൊരു ലൊക്കേഷനാണ് കേട്ടോ. നോക്കൂ, ബോട്ട് കാണിച്ചു കൊടുക്കേ. ബോട്ടിലേ ആഹാ ഓൾഡ് ബാങ്ക്. ഭ്രാന്ത ആയിരിക്കും. ബുദ്ധിമുട്ടാ. അവിടെ നിന്ന് അങ്ങോട്ടല്ലോ. ഇപ്പം നൊസ്റ്റാൾജിയ കൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓൾഡ് മങ്കാണ് വാങ്ങിയത്, അല്ലാണ്ട് മറ്റേ മറ്റേതൊന്നും വാങ്ങിയില്ല. ഓൾഡ് മങ്ങിനെയാണത് ട്രിപ്പിന് ബെസ്റ്റ് എന്ന് നമുക്ക് എല്ലാവർക്കും തോന്നി. അതുകൊണ്ട് ഓൾഡ് മങ്കാണ്. ഇത് മറ്റേ വവ്വാല് വന്നിട്ട് മീൻ പിടിക്കുന്ന ഒരു സീനാട്ടോ. അത് ഇഷ്ടംപോലെ വവ്വാലുകൾ വന്നിട്ട് ഈ വെള്ളത്തിൽ നിന്ന് മീൻ അടിച്ച് മാറ്റുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഒരു സംഭവം ഒപ്പിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും കിടിലം ഒരു സംഭവമായിരുന്നത്. ഇത് മാനാണോ മാവാണോ? മാവല്ലേ? ഹലോ, അതുപോലെ തന്നെ അത് പറഞ്ഞിട്ടാ പറഞ്ഞാൽ മതി, തിരിച്ചുവരാന്ന് പറഞ്ഞാൽ മതി. ഒരു ഗ്യാരണ്ടി മതി. കണ്ടാ നോക്കണം. ഓക്കെ, നീ മൂന്നെണ്ണം ദേവർത്തൊക്കെ എടുക്കണു. കടുവയ്ക്ക് അറിയായിട്ട് എടുക്കണു അവനൊക്കെ. ഇനി അങ്ങോട്ട് ഗോര വനാട്ടാ. പോകാൻ പറ്റുമോ? അല്ലെ മറ്റേ ചെക്ക് പോസ്റ്റ് വരെ അവിടെ പോയിട്ട് തിരിച്ചു വരാം. അതെ, മറ്റേ 20 കൂട്ടണ സൗണ്ട് എന്തിനടാ? നമ്മള് നേച്ചർ ആസ്വദിക്കും. നീ ഓഫാക്കിയ സാധനം നമ്മള് നേച്ചർ ആസ്വദിക്കുമെന്നുള്ളത്.
ചെക്ക് പോസ്റ്റ് എടുക്കും. മലയാ അതിരിക്കാം കേറാൻ പറ്റില്ല കേട്ടോ ഒരിക്കലും. വേണ്ട. വിടും. തിരിച്ചു വരാൻ പറ്റില്ല. ആ പിന്നെ അപ്പൊ നമ്മളെ കുട്ടിക്ക് എന്ത് ചെയ്യും? കയറിക്കോളാൻ പറയും. സമയം ഏതാണ്ട് 10-10:30 ആയി കാണും. രാത്രി ഈ ഘോര വനത്തിലൂടെ നമ്മൾ വണ്ടിയിലുള്ളൊരു യാത്ര അതൊട്ടും പ്ലാൻ ചെയ്തല്ല. പക്ഷേ അങ്ങനെയൊന്ന് തീരുമാനിച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു എന്താ പറയുക ഉത്സാഹമായി, ഒരു ത്രില്ല്. നമുക്കൊന്ന് പോയി വന്നാലോ. അപ്പം തന്നെ നമ്മളെ ചന്ദ്രനൊന്നുമില്ല ഡ്രൈവർ കുട്ടീനെ വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞു, മോനെ പോവാടാ ശരത്ത്. അപ്പോൾ ശരത്ത് പറഞ്ഞു ഓക്കെ അവൻ റെഡി. അങ്ങനെ നമ്മളെല്ലാവരും കൂടി വണ്ടി കയറി ഒറ്റ വിടലാണ്. ഇവിടെ എത്തിയപ്പോഴാണ് മോനെ സീനാകെ കോൺട്രാ. കണ്ടില്ലേ, തരി ലൈറ്റ് പോലും ഇല്ല. നമ്മളെ വണ്ടിയുടെ ഹെഡ് ലൈറ്റ് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ആ കൂടി കാഴ്ച നൽകുന്നൊരു സംഭവം. ഫ്രണ്ടിൽ എന്തേലും വന്ന് ചാടിക്കഴിഞ്ഞാൽ പെട്ടു എന്ന് തന്നെ പറയണം. അത്രയ്ക്ക് ഇരുട്ടാണ്. രാത്രി വഴി കൂടെ പോകുന്നത്ര പന്തില്ലെന്ന് നമുക്കറിയാം. എന്തായാലും വാഴച്ചാലുള്ള ചെക്ക് പോസ്റ്റ് വരെ പോയിട്ടൊന്ന് തിരിച്ച് മടങ്ങി വന്നാലോ എന്നുള്ള പ്ലാനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഇപ്പോൾ നമ്മൾ കണ്ട പോലെ വല്ല ആനയോ മ്ലാവോ മാനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ ഒന്ന് വീഡിയോ ചെയ്യാൻ എടുക്കാം എന്നുള്ളൊരു പരിപാടി മാത്രം. ആദ്യമായിട്ട് എങ്ങനെ രാത്രി ഓടിക്കണം കേട്ടോ. നേരെ വീട്ടിലെങ്ങനെ രാത്രി ഈ വഴിക്ക് നീ പോയിട്ടോ? പിന്നെ ഒറ്റ സാധനമാണ് ആൾക്കാരെ കൊണ്ട് ഈ കട്ട് ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, റിപ്പറിന്റെ വീടാണ്. റിപ്പർ ഏറുമാടം പോലെ. അയ്യോ ഒന്നും കാണാലോ അവിടെ. ഒറ്റയ്ക്കൊന്ന് ഈ വഴിക്ക് ഓടിച്ചു പോകുന്ന ധൈര്യം കുറച്ച് വേണം. കുറച്ച് വെള്ളം അടിക്കേണ്ടിട്ടാ. വെള്ളം അടിച്ചിട്ട് എന്ത് വേണം ഉണ്ടാകും ചെയ്യാം. എടാ സൈഡിലേക്കൊക്കെ നോക്കിട്ടോ, ചിലപ്പോ ചാടി വരൂട്ടോ അങ്ങോട്ട്. പറയാൻ പറ്റില്ല. അയ്യോ എനിക്ക് റിവേഴ്സ് കാണാനില്ലേ. ഇറങ്ങാൻ പറ്റില്ല തോന്നുന്നു. അല്ലെങ്കിൽ അവിടെ ഇനി നമ്മൾ പോവാൻ വേണ്ടി ഒതുങ്ങി നിൽക്കണോ എന്നൊരു സംശയമുണ്ട്. പോയിട്ടില്ലേ അവിടെ നിൽക്കണോ വേണ്ട. അപ്പൊ നമുക്ക് പോകേണ്ടി നിൽക്കണം. ഇതല്ല നമ്മളെ പാലം. പുതിയതായല്ലോ. അല്ല ഇത് പണി മുമ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് മറ്റേ വെള്ളച്ചാട്ടല്ലേ ഇത്? ചാറപ്പ വെള്ളച്ചാട്ടം കാണാൻ നെഹി നെഹി. ഓനെ ഇനി മുന്നോട്ടധികം പോയിരിക്കാൻ നല്ലത് നമുക്ക് അല്ലേ? തിരിഞ്ഞേക്കണ കന്നഡ എല്ലാം കൂടെ പോവാണ്. നിർത്തിക്കോ വണ്ടി നിർത്തിക്കോ.
അല്ല ഇപ്പൊ സാധനത്തിനെ കാണാനില്ല. ആ കളറ് അതേപോലെ ഉണ്ടാ കാടിന്റെ. വളരെ അവിചാരിതമായിട്ട് 2 ആനകളെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യമുള്ള അഡ്വഞ്ചറായി ഇന്നത്തേക്ക്. അതുകൊണ്ട് തന്നെ മെല്ലനെ വീട്ടിൽ പോയിട്ട് 2 വിട്ട് കിടന്നുറങ്ങിയാലോ എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി നമ്മളെല്ലാവരും. അപ്പോൾ പിന്നെ പകുതി വഴി വെച്ച് നമ്മൾ വണ്ടി തിരിപ്പിച്ച് നേരെ റൂമിലേക്ക് വിടാൻ നമ്മുടെ ശരത്തിനോട് പറഞ്ഞു. അങ്ങനെ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അധികം നേരം വെയിറ്റ് ചെയ്യാതെ രാവിലെ തന്നെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യാനുള്ള പ്ലാനിലായി. നമ്മൾ എന്തായാലും വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് വരെ ഒന്ന് ട്രിപ്പ് എടുത്തിട്ട് തിരിച്ചു പോകാനുള്ള പരിപാടികൾ തന്നെയായിരുന്നു. വാഴച്ചാൽ കഴിഞ്ഞിട്ട് പോകുന്നുണ്ടോ എന്ന് അവിടെ എത്തി നമ്മൾ തീരുമാനിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയത്. Sunlight is not allowing me. കാട്ടിക്കൂടെ പോകുന്നൊരു പ്രത്യേക വൈബാലെ. കാട് മലയുടെ മുകളിൽ നോക്കൂ. ഇവിടുന്ന് വരണ്ടോ നോക്കണേ. ഡോങ്ങിന്റെ ഇപ്പൊ മനസ്സിലായിണ്ടാവും. പാവങ്ങളാ, വയസ്സായ മുനിയെന്ന്. ഏടിയടിച്ചാൽ പണിയാണ്. ഫോറിനർന്ന് കഴിക്കും. ലോക്കൽ അവർക്ക് മനസ്സിലായി. നമ്മളതേ വൈബാന്ന് മനസ്സിലായി. ആ എന്താ സ്പോട്ടല്ലേ. ചേട്ടാ ആരാ അറിയണ? ഈ ബ്രിഡ്ജ് പണിത് ഇപ്പോൾ വാട്ടർഫോൾ കാണാൻ പറ്റാത്ത അവസ്ഥയല്ലേ. പക്ഷെ അതൊരു വൃത്തികെട്ടതായി. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അപ്പോഴേ വേറെ ഓർമ്മല്ലേ നിനക്ക് വണ്ടി തട്ടിക്കൊണ്ടുപോയത്? സൺലൈറ്റ് അടിക്കുമ്പോഴുള്ള വൈബുണ്ട് വേറെ രസം. പക്ഷെ ആ ഷോളയാർ കഴിഞ്ഞാണ്ടല്ലോ കാട് ഭയങ്കര തിക്കാവും. ഇതുപോലെയല്ല, ഭയങ്കര തിക്കാ. നമുക്ക് കണ്ണു കാണാൻ പറ്റാത്ത അവസ്ഥയാവും. ആ
അവിടെ പിന്നെ മറ്റേ ഈറ്റയുടെ കുറെ സാധനമുണ്ട്. ഇതാണ് എനിക്കിഷ്ടം. വ്ളോഗായിട്ട് എടുത്ത ഒരു വീഡിയോ ഇടണം. എന്താടാ ഇവിടെ ഒരാള് പോയിട്ട് അഡ്രസ് ചെയ്ത് കടക്കണില്ലേ സ്കൂളിൽ കുട്ടികൾ അത് വേണം. ഇവിടെ നിന്ന് തിരിച്ചു പോയാൽ മതിയാ. കുറച്ചേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. ഉള്ളത് ഉണ്ണി പോലെ.